ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോൾസ് ഇൻ അരിയർ, കോൾസ് ഇൻ അഡ്വാൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇത് രണ്ടും കൂടി ഒരേ പ്രോബ്ലത്തിൽ വന്ന എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് അറിയണമല്ലോ. ഒരാൾ തരാതിരിക്കുക എമൗണ്ട്, ഒരാൾ അഡ്വാൻസ് ആയിട്ട് തരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പ്രോബ്ലത്തിലൂടെ കാണിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യാൻ പോണത്. ഇല്ലുസ്ട്രേഷൻ 6. ഓക്കെ, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലത്തെ അതേ ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ രോഹിത് ആൻഡ് കമ്പനി ഇഷ്യൂഡ് 30,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, പേയബിൾ ₹3 on അപ്ലിക്കേഷൻ, 3 on അലോട്ട്മെന്റ്, 2 on ഫസ്റ്റ് കോൾ ആഫ്റ്റർ 2 months. ഓക്കെ, അപ്പോൾ 3 on അപ്ലിക്കേഷൻ, 3 on അലോട്ട്മെന്റ് 6 ആയി, ₹2 ഫസ്റ്റ് കോൾ. അപ്പോൾ ഇനിയും ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. ഓൾ മണി ഡ്യൂ ഓൺ അലോട്ട്മെന്റ് വാസ് റിസീവ്ഡ്, എല്ലാം കിട്ടി. ബട്ട് വെൻ ദ ഫസ്റ്റ് കോൾ വാസ് മെയ്ഡ്, എ ഷെയർ ഹോൾഡർ ഹാവിംഗ് 400 ഷെയർ ഡിഡ് നോട്ട് പേ ദ ഫസ്റ്റ് കോൾ. ഒരു 400 ഷെയർ വാങ്ങിച്ച ഒരാള് എന്ത് തന്നില്ല? ഫസ്റ്റ് കോൾ തന്നില്ല. ആൻഡ് എ ഷെയർ ഹോൾഡർ ഓഫ് 300 ഷെയർ വാങ്ങിച്ച ഒരാള് പെയ്ഡ് ദ മണി ഫോർ ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹2 വിച്ച് ഹാഡ് നോട്ട് ബീൻ മെയ്ഡ് ആസ് യെറ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? അതായത് അപ്ലിക്കേഷൻ വിളിച്ചു, അലോട്ട്മെന്റ് വിളിച്ചു, ഫസ്റ്റ് കോൾ വിളിച്ചു. ഫസ്റ്റ് കോൾ വരെ വിളിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ ഒരു 400 ഷെയർ വാങ്ങിച്ച ഒരാള് ഫസ്റ്റ് കോൾ തന്നില്ല. അതേസമയം ഒരു 300 ഷെയർ വാങ്ങിച്ച ആള് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ടും കൂടി ചേർത്തി തന്നു. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആവട്ടെ വിളിച്ചിട്ട് പോലും ഇല്ല. ക്ലിയർ ആവുണ്ടോ? ഇതാണ് ചോദ്യത്തിന്റെ ഒരു കിടപ്പ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതിനെ നമുക്ക് എൻട്രി ആയിട്ട് എഴുതിയാലോ. എന്തിനാ നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണത്? കണ്ടോ? അപ്പൊ ഇൻ ദ ബുക്സ് ഓഫ് രോഹിത് ആൻഡ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ജേണൽ, വൃത്തിക്ക് ഫോർമാറ്റ് ഒക്കെ വരയ്ക്കണം. ഡേറ്റ്, പർട്ടിക്കുലർ, LF കോളം, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അപ്പൊ 5 കോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതിൽ ആദ്യം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ആദ്യം തന്നെ അപ്ലിക്കേഷൻ വാങ്ങണു. 30,000 ഷെയറിന്റെ അപ്ലിക്കേഷനിന്റെ പൈസ എത്രയുണ്ട്? ₹3. 30,000 × 3 90,000. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കണം. ഇനി രണ്ടാമത്തത്, ഇതിനോടകം നിങ്ങളൊക്കെ വേഗം ഫ്ലോയില് പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കണം, ഒന്നും വെയിറ്റ് ചെയ്യാനേ പാടില്ല. രണ്ടാമത്തെ എന്താ? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, അതേ എമൗണ്ട് 90,000. അത് കഴിഞ്ഞാൽ എന്ത് വിളിക്കും? അലോട്ട്മെന്റ് വിളിക്കും. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എത്രയാ അലോട്ട്മെന്റിന്റെ എമൗണ്ട്? അലോട്ട്മെന്റ് എമൗണ്ട് ₹3. അപ്പൊ 30,000 × 3 90,000. അപ്പൊ അതിന് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് 90,000. ഡ്യൂ ആയി, വിളിച്ചു, കിട്ടി. ഇനി ഫസ്റ്റ് കോൾ ഡ്യൂ ആവണം. ഫസ്റ്റ് കോളിലെ എമൗണ്ട് എത്രയായിരുന്നു? ₹2. ഫസ്റ്റ് കോൾ ആദ്യം വിളിക്കാം. നമുക്ക് വിളിക്കുമ്പോ അറിയില്ലല്ലോ ഇയാൾ തരുമോ തരില്ലെന്നൊന്നും. വിളിക്കുമ്പോ അറിയില്ലല്ലോ, കിട്ടുമ്പോഴല്ലേ അറിയുള്ളൂ. ഒരാൾ തന്നിട്ടില്ല, ഒരാൾ അഡ്വാൻസ് ആയി തന്നു എന്നൊക്കെ നമുക്ക് വിളിച്ച് കിട്ടുന്ന സമയത്തല്ലേ അറിയുള്ളൂ. അപ്പൊ വിളിക്കുമ്പോ നോർമലി വിളിക്കുക. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാനിത് എഴുതി കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. 30,000 ഷെയറിന്റെ ₹2 വീതം നമുക്ക് 60,000 കിട്ടാനുണ്ട്. 60,000 കിട്ടേണ്ട അവിടെ ഒരു 400 ഷെയർ വാങ്ങിച്ച ആള് ₹2 തരില്ല. ഒരു 300 ഷെയർ വാങ്ങിച്ച ആള് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ ₹2 ചേർത്തി തരും, അഡ്വാൻസ് ആയിട്ട് തരും. അപ്പൊ ഇതൊക്കെ അടുത്തതിൽ ഉൾപ്പെടുത്തണം. കോൾസിന് അരിയറിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കോൾസിന് അഡ്വാൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നേരെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് നോർമലി ഒരു എൻട്രി ചെയ്തിക്കോ. ടു ഷെയർ ഫസ്റ്റ് കോള്. യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് 60,000. പക്ഷേ 60,000 കിട്ടേണ്ട അവിടെ 400 ഷെയർ വാങ്ങിച്ച ആള് ₹2 തരില്ല. അപ്പൊ 400 × 2 ₹800 നമുക്ക് കിട്ടില്ല. അപ്പൊ അതാണ് നമ്മുടെ കോൾസിൻ അരിയർ. കോൾസിൻ അരിയറിന് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കണം? ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. ₹800 കിട്ടാൻ പോണില്ല എന്നർത്ഥം. അതേപോലെ 300 ഷെയർ വാങ്ങിച്ച ആള് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ട് ചേർത്തി തന്നു. എപ്പോഴാ തന്നത്? ഫസ്റ്റ് കോളിന്റെ കൂടെ. ഫസ്റ്റ് കോളിന്റെ കൂടെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ടും കൂടി കിട്ടുന്നു. അപ്പൊ കോൾസിൻ അഡ്വാൻസ് ഏത് സ്റ്റേജിലാണോ കിട്ടുന്നത് ആ സ്റ്റേജിൽ അതിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. കോൾസിൻ അരിയർ ഏത് സ്റ്റേജിലാണോ കിട്ടാത്തത് ആ സ്റ്റേജിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ എന്താണ്? ടു കോൾസിൻ അഡ്വാൻസ്. എത്ര ഷെയർ വാങ്ങിച്ച ആളാണ് അഡ്വാൻസ് തരുന്നത്? 300 ഷെയർ വാങ്ങിച്ച ആള് ₹2 നേരത്തെ തരുന്നു, ₹600.
അപ്പൊ 60,000 800 കിട്ടില്ല, ബാക്കി 59,200 രൂപ കിട്ടും. അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു 600 രൂപയും കൂടി കിട്ടും. അപ്പൊ 59,800 രൂപ കിട്ടും. നിങ്ങൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിന്ന് 800 മൈനസ് ചെയ്താലും ഇതായിരിക്കും ആൻസർ വരിക, 59,800. ലോജിക് പിടികിട്ടിയോ? സിമ്പിൾ മാത്തമാറ്റിക്സ്, 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കണ സിമ്പിൾ മാത്തമാറ്റിക്സ്. 60,000 കിട്ടേണ്ട അവിടെ 800 കിട്ടില്ല. അപ്പൊ 60,000 800 മൈനസ് ചെയ്താൽ ബാക്കി 59,200 രൂപ കിട്ടും. അതിന്റെ കൂടെ ഒരു 600 എക്സ്ട്രയും കിട്ടും. അപ്പൊ 59,800 കിട്ടും. നമ്മുടെ ബാങ്കിൽ വീഴും. കാര്യം കഴിഞ്ഞു, ഡൺ, കഴിഞ്ഞു. ക്ലോസ് ചെയ്യുക, അടുത്ത ചോദ്യത്തിലോട്ട് പോവുക. ഇത്രയേ ഉള്ളൂ. എത്ര എളുപ്പം നോക്കൂ. സെക്കൻഡ് കോൾ വിളിച്ചിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ സെക്കൻഡ് കോളിന്റെ എൻട്രി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇതാ നേരെ എമൗണ്ട് നോക്കിക്കോളൂ. ഇതാ ഞാൻ പറഞ്ഞു, ശരിയായില്ലേ? 59,800, 800, 60,000 കൂടെ ഒരു 600. ദാറ്റ്സ് ഓൾ, ഈസി. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം അല്ലെ. താങ്ക് യു സോ മച്ച്.